ഹലോ നമസ്കാരം, എല്ലാവർക്കും നേച്ചർ ഡ്യൂയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ലോക പ്രശസ്തമായ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത്. മെൽ ഗിബ്സൺ ഡയറക്ട് ചെയ്ത അപ്പോകാലിപ്റ്റോ എന്ന മൂവിയിലെ കുരുതി കൊടുക്കുന്ന സീനൊന്നും ഒന്ന് കണ്ടാൽ നമ്മൾ മറക്കത്തില്ല. ആ കഥ കടന്ന മെക്സിക്കോയിലെ ചിച്ചൻ ഇറ്റ്സ, ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള ചിച്ചൻ ഇറ്റ്സയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. Es importante que sepan que la cultura maya no empieza aquí en México. Kukulkan Temple. Esa es la razón por la cual los mayas decidieron venir acá, a México. 600 AD കാലഘട്ടങ്ങളിൽ ഇവിടെ വളരെ സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ജനവിഭാഗം താമസിച്ചിരുന്നു. അവർ മാത്തമാറ്റിക്സിലും ആസ്ട്രോണമിയിലും ആർക്കിടെക്ചറിനും എല്ലാം വളരെ അഗ്രഗണ്യന്മാരായിരുന്നു. പക്ഷേ വളരെ പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചിരുന്ന മായന്റെ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മെക്സിക്കോയിലെ യുക്കത്താൻ പെനിൻസുലയിലെ ഏറ്റവും വലിയ മായൻ സെറ്റിൽമെന്റാണ് ചിച്ചൻ ഇറ്റ്സ. എന്നാൽ ആരാണ് ഈ മായൻ? മോഡേൺ അലാസ്ക, സൈബീരിയ പോലുള്ള കൊടും തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചൂടുള്ള ക്ലൈമറ്റും കൃഷിയിടങ്ങളും തേടി മെക്സിക്കോയിലേക്ക് വന്ന ജനവിഭാഗമാണ് മായൻസ്. ചിച്ചൻ ഇറ്റ്സ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ ട്രൈബ് ലിവിങ് ഓൺ എഡ്ജ് ഓഫ് വെൽ, വെള്ളത്തിന്റെ തീരത്ത് താമസിക്കുന്ന ഇറ്റ്സ ട്രൈബ് എന്നാണ് അർത്ഥം. ചിച്ചൻ ഇറ്റ്സയിൽ മൊത്തം 20 ബിൽഡിംഗ് സ്ട്രക്ചർ ആണുള്ളത്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രൽ പിരമിഡ് ടെമ്പിൾ ആണ് കുക്കുൽക്കാൻ ടെമ്പിൾ. പിൽക്കാലങ്ങളിൽ സ്പാനിഷിൽ ഇത് എൽ കാസിലോ എന്നും അറിയപ്പെട്ടിരുന്നു. പ്രകൃതിയെ ദൈവമായി ആരാധിച്ചിരുന്നവരാണ് മായൻസ്. കണക്ക് പ്രകാരം ഏകദേശം 250ഓളം ദൈവങ്ങളെ ഇവർ ആരാധിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് ഇവർ ആരാധിച്ചിരുന്നത് കുക്കുൽക്കാൻ, ഇത് ഫെതേർഡ് സെർപ്പന്റ്, തൂവലുകളുള്ള നാഗത്താൻ. മായൻസിന്റെ നിലനിൽപ്പ് തന്നെ അവർ ചെയ്യുന്ന കൃഷിയുടെ വിളവിലായിരുന്നു. അതുകൊണ്ട് തന്നെ കുക്കുൽക്കാനെ അവർ പ്രധാനമായിട്ട് ആരാധിച്ചിരുന്നതിന്റെ കാര്യം അവർക്ക് ഒരു ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഫെർട്ടൈലായിട്ടുള്ള ലാൻഡ് ലഭിക്കാൻ വേണ്ടിയായിരുന്നു. ചിച്ചൻ ഇറ്റ്സയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്നത് സ്പ്രിംഗ് ആൻഡ് ഫോൾ ഇക്വിനോക്സ് ഡേകളിലാണ്, അതായത് മാർച്ച് 21 സെപ്റ്റംബർ 21. ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ സൂര്യാസ്തമന സമയത്ത് സൂര്യൻ ഇക്വേറ്ററും ക്രോസ് ചെയ്ത് ആകാശത്തിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ പിരമിഡിൽ പതിക്കുന്ന സൺറൈസ് ഇവിടുത്തെ പടികളിൽ ഒരു പാമ്പിന്റെ ഷാഡോ വരുത്തുകയും സ്റ്റെയറിന്റെ അറ്റത്തുള്ള സ്നേക്ക് ഹെഡിൽ ഈ ഷാഡോ വന്ന് പതിക്കുമ്പോൾ അത് കുക്കുൽക്കാന്റെ രൂപമായി മാറും. ഇത് മാത്രമല്ല, പിരമിഡിന്റെ നോർത്ത് ഡിറക്ഷനിൽ പോയി നിന്ന് ഒരു പ്രത്യേക രീതിയിൽ കൈ കൊട്ടുമ്പോൾ നമുക്ക് എക്കോ ആയിട്ട് കേൾക്കുന്നത് മായൻസിന്റെ ഹോളി ബേർഡ് ആയിട്ടുള്ള ക്വിറ്റ്സലിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാനാകും. അങ്ങനെ ആർക്കിടെക്ചറിൽ വളരെയധികം പ്രത്യേകതയുള്ള ഒരു അത്ഭുതം തന്നെയാണ് ചിച്ചൻ ഇറ്റ്സ. മായൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കലണ്ടർ എന്ന് കുക്കുൽക്കാൻ ടെമ്പിളിന്റെ സ്ട്രക്ചറെ പറ്റി അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. 4 സൈഡുകളുള്ള ഈ പിരമിഡ് ടെമ്പിളിന്റെ ഓരോ സൈഡിലും 91 പടികളുണ്ട്. അതിൽ ഓരോ സ്റ്റെപ്പും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ ദിവസമായിട്ടാണ്. അങ്ങനെ മൊത്തം 364 പടികൾ. മുകളിലെ ഒരു വലിയ പടിയും കൂടി കൂട്ടിയാൽ 365 പടികൾ കിട്ടും. അത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഗ്രിഗോറിയൻ കലണ്ടറിലെ ഒരു വർഷമാണ്. ഈ പിരമിഡിന്റെ ഓരോ സൈഡുകളും ഓരോ സീസൺ ആയിട്ടാണ് മായൻസ് കരുതിയിരുന്നത്. അതിനനുസരിച്ചാണ് എപ്പോൾ വിത്ത് പാകണം, എന്ന് വിളവെടുക്കണം എന്നൊക്കെ അവർ തീരുമാനിച്ചിരുന്നത്. ഇനി നമുക്ക് മായൻ കലണ്ടർ ഒന്ന് കണ്ടാലോ. ഇതാണ് മായൻ കലണ്ടർ. അവർക്ക് ഒരു കൊല്ലം 18 മാസങ്ങളുണ്ട്. ഈ പുറത്ത് കാണുന്ന ഓറഞ്ച് നിറത്തിലുള്ളതാണ് ആ ഓരോ കട്ടകളാണ് ഇവരുടെ ഓരോ മാസങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ തൊട്ട് താഴെ വരുന്ന നീല വട്ടമാണ്, അതിലെ കട്ടകളാണ് ദിവസങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഒരു മാസത്തിൽ 20 ദിവസവും അങ്ങനെ ഒരു കൊല്ലത്തിൽ 18 മാസവുമാണ് അവർക്കുള്ളത്. അപ്പോൾ ആകെ ഒരു കൊല്ലം 360 ദിവസം. അപ്പോൾ കണക്ക് ശരിയായില്ലല്ലോ, ശരിക്കും 365 ദിവസം വരണ്ടേ. ഈ കലണ്ടറിൽ പെടാത്ത 5 ദിവസങ്ങളെ ഈവിളിഷ് ദുർദിനങ്ങളായിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്.
I ve shantrubin bakino yate tumbin shanpeki makola yumlem yate shatulaklek puksika bin shankana kam otchanet angekvetka. ഈ തലമുറയിലെ മായൻ കമ്മ്യൂണിറ്റിയിലെ ഒരാളായിരുന്നു ഞങ്ങളുടെ ചിച്ചൻ ഇറ്റ്സ ടൂർ ഗൈഡ്. അദ്ദേഹത്തിൽ നിന്ന് അറിയുകയുണ്ടായി, നമുക്കുള്ള ജാതകം പോലെയാണ് മായൻസിന് അവരുടെ കലണ്ടർ പ്രകാരം ഏത് ദിവസമാണ് ജനിക്കുന്നത് എന്നതനുസരിച്ച് അവരുടെ പ്രൊഫഷൻ എല്ലാം നിർണ്ണയിക്കപ്പെടുന്നത്. അതായത് സോൾജർ ആണോ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആവോ പ്രീസ്റ്റ് ആണോ അങ്ങനെയെല്ലാം മായൻ കലണ്ടറിലെ തീയതി പ്രകാരമാണ് അത് നിർണ്ണയിക്കപ്പെടുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ 5 ദുർദിനങ്ങളിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ മനുഷ്യക്കുരുതിക്ക് വേണ്ടിയായിരിക്കും നിയോഗിക്കപ്പെടുന്നത്. ഈ സാക്രിഫൈസ് എന്നുള്ളത് ഈ മായൻസിന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. കൃഷിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഈ ജനവിഭാഗത്തിന് നല്ല വിളവ് കിട്ടാൻ വേണ്ടി സൂര്യഭഗവാന് വേണ്ടി ഇറ്റ്സംന എന്ന് പറയുന്നവരുടെ ദൈവത്തിന് വേണ്ടിയാണ് അവർ ഈ കുരുതിയെല്ലാം ചെയ്യുന്നത്. ഇവിടുത്തെ ഗൈഡ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു, ഏറ്റവും പ്യുവറസ്റ്റ് സാക്രിഫൈസ് എന്ന് അവർ കൺസിഡർ ചെയ്യുന്നത് ഒരു രാജാവിന്റെ രക്തം ഇറ്റ്സംന ഗോഡിന് കൊടുക്കുന്നതാണ്. പക്ഷെ സ്വന്തം രാജാവിനെ കുരുതി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റു രാജ്യങ്ങളിലെ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. കുരുതിക്ക് വേണ്ടിയുള്ള ഒരു ബോൾ ഗെയിം തന്നെ ഇവർക്കുണ്ടായിരുന്നു. ആ കളി നടന്നിരുന്ന മൈതാനത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഉലാമ എന്നാണ് ഈ പന്ത് കളിയുടെ പേര്. 7 തൊട്ട് 9 കിലോ വരെ ഭാരമുള്ള ഒരു പന്ത് കൈകാലുകൾ ഉപയോഗിക്കാതെ ഹിപ്പും ഷോൾഡറും മാത്രം ഉപയോഗിച്ച് തട്ടി 26 ഫീറ്റ് മുകളിലുള്ള ഈ വളയത്തിലൂടെ കടത്തിവിടണം. ഒരു തവണ ഈ വളയത്തിലൂടെ കടത്തിവിട്ടാൽ ആ ടീം കളി ജയിച്ചു. From half kilogram to 7 kilograms, and you're only going to be able to hit those balls with your hips, with your elbows, or with your shoulder. And the goal from this is to hit those balls and pass it through those rings right there. Look, there is one on each side of the wall. ചിലപ്പോൾ ദിവസങ്ങളോളം ഈ കളി നീണ്ടു നിൽക്കാറുണ്ട്. തോറ്റ ടീമിന്റെ വിധി മരണമാണ്. തലയറുത്ത് സിനോട്ടികൾ എന്ന ഈ കുളത്തിൽ ഉപേക്ഷിക്കും. ഈ അടുത്ത കാലങ്ങളിൽ വരെ ഗവേഷകർ കുട്ടികളുടെയും സ്ത്രീകളുടെയും ഉൾപ്പെടെയുള്ള തലയോട്ടികൾ ഈ സിനോട്ടികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ബലി കൊടുക്കപ്പെട്ടവരുടെ തലയോട്ടികൾ ഇന്ന് വാരിയർ ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന ഈ കെട്ടിടത്തിൽ ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടി ആ തലയോട്ടികളെല്ലാം തൂക്കിയിടുന്ന ഒരു പതിവും ഉണ്ടായിരുന്നു മായൻസിന്. 4 സിനോട്ടികളാൽ ചുറ്റപ്പെട്ടാണ് ചിച്ചൻ ഇറ്റ്സ സെറ്റിൽമെന്റ് ഇരിക്കുന്നത്. മെക്സിക്കോയിൽ പലയിടങ്ങളിലായി ഇതുപോലുള്ള സിനോട്ടികളുണ്ട്. മായൻ വിശ്വാസത്തിൽ ചിച്ചൻ ഇറ്റ്സ കണ്ട് ഷാമൻ അവരുടെ ഭാഷയിൽ മന്ത്രങ്ങളെല്ലാം ചൊല്ലി നമ്മളെ ക്ലെൻസ് ചെയ്ത് ട്രീ ഹഗ് ചെയ്ത് സിനോട്ടിയിൽ കുളിച്ചു കയറുന്നത് സ്പിരിച്വലി ഹീലായി എന്നാണ് വിശ്വാസം. അങ്ങനെ മൊത്തത്തിൽ 2.5 മണിക്കൂർ നമ്മൾ ചിച്ചൻ ഇറ്റ്സ മൊത്തത്തിൽ ചുറ്റി കണ്ട്. ഈ 2.5 മണിക്കൂർ കൊണ്ട് ഒരുപാട് അറിവുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ഭയങ്കര ചൂടത്താണ് നമ്മൾ ചിച്ചൻ ഇറ്റ്സ വിസിറ്റ് ചെയ്തത്. അതുകൊണ്ട് ടയേർഡായിരുന്നു. ശരിക്കും സിനോട്ടിയിലെ ഒരു കുളി ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. നമ്മളപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. മെക്സിക്കോയിലെ കൂടുതൽ വീഡിയോസ് ഞങ്ങൾ ഉടനെ ഇടുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ മെക്സിക്കോയിലെ മൊത്തത്തിലെ ട്രിപ്പ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്നും എവിടെയാണ് ഞങ്ങൾ താമസിച്ചതെന്നും എത്ര രൂപയായെന്നും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ അതുവരെ ബൈ. Amores pasajeros también verdaderos.